അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ബിൽ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ നിന്ന് ഒരല്പനേരം അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പഠിക്കുന്ന ഇൽമുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന ഹദീസ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അന്ന റജുലൻ സഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളലു. പ്രവാചകനോട് ചോദിച്ചു, നബിയെ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതാ, ഏറ്റവും മഹത്വമുള്ള ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി ചോദിക്കുമ്പോൾ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞുകൊടുത്തു, അസ്സലാത്തു ലിവഖ്തിഹാ. 5 വഖത്ത് നമസ്കാരങ്ങൾ അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നീ നമസ്കരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, നിങ്ങൾ നിസ്കരിക്കേണ്ട ആ കൃത്യമായ സമയത്ത് നിങ്ങൾ നിസ്കരിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളിൽ അധികം പേര് നിസ്കരിക്കുന്നവരാ. നിസ്കരിക്കാത്തവർ വളരെ കുറവാണ്. ഏകദേശമുള്ളവരൊക്കെ നിസ്കരിക്കും. ഞാനും നിങ്ങളും എല്ലാവരും നിസ്കരിക്കും. പക്ഷേ എത്ര പേരാണ് ഈ സമയത്ത് നിസ്കാരത്തിന്റെ വഖത്തുകളിൽ നിസ്കരിക്കുന്നവരാരാ? നമസ്കാരത്തിനൊരു സമയമുണ്ടല്ലോ. നമുക്ക് തോന്നുന്ന സമയത്തല്ല നിസ്കരിക്കേണ്ടത്. നമുക്ക് തോന്നുന്ന സമയത്താണ് നിസ്കരിക്കേണ്ടത്. അങ്ങനല്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അസ്വലാത്തു ലിവഖ്തിഹ, അവിടെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് നമസ്കാരത്തിന്. നമുക്ക് തോന്നുന്ന സമയത്ത് നമസ്കരിക്കാനാണെങ്കിൽ പിന്നെ സമയം വേണ്ടല്ലോ. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ നിശ്ചയിച്ച സമയത്ത് നമ്മളിൽ അധികം പേര് നിസ്കരിക്കുന്നില്ല. നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ വന്ന് ഓർക്കാനുള്ളതല്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാരൊക്കെ ഉച്ചസമയത്തൊക്കെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ളുഹറൊക്കെ വൈകുന്നേരം 3:30 എത്തി പോകുന്നൊരവസ്ഥ. നമുക്ക് വഖത്തുകളിൽ നമസ്കരിക്കാൻ കഴിയണം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാറ്റിവെക്കരുത് ചില കാര്യങ്ങൾ. ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്യുക. അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സഹാബത്ത് ചോദിച്ചു, നബി, ഏത് കാര്യമാ നബിയെ? മാറ്റിവെക്കാൻ പാടില്ലാത്ത കാര്യം ഏതാണെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് പറഞ്ഞുകൊടുത്തു, നമസ്കരിക്കണമെന്ന് തോന്നിയാൽ ആ സമയത്ത് നിസ്കരിച്ചു കൊള്ളുക. അത് പിന്നത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത്. എത്രയോ സത്യമായ കാര്യം. നമസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമസ്കരിക്കുക. അത് പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിയുമ്പോൾ നമ്മുടെ നമസ്കാരം, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നോക്കിയാൽ മതി. പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളുടെ പേരിൽ പിന്നെ നമസ്കരിക്കാമെന്ന് കരുതും. പക്ഷേ നമ്മൾ നമസ്കരിക്കാറില്ല. നമ്മുടെ നിസ്കാരം ഖളായി പോകുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഖത്തുകളിൽ നിസ്കരിക്കുക. അത് ഏറ്റവും അഫ്ളലായ ഒരു അമലാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമല. നമസ്കാരം നമ്മൾ ബന്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് പ്രതിഫലങ്ങൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അള്ളാഹു നമുക്ക് 5 വഖത്ത് മരിക്കുന്നത് വരെ കൃത്യമായ സമയത്ത് നിസ്കരിച്ചു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിർറുൽ വാലിദീൻ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യുക. നിന്റെ വാപ്പ നിനക്ക് ജന്മം നൽകിയ, നമ്മൾ ഓരോരുത്തരും നമുക്ക് ജന്മം നൽകിയ, നമ്മളെ നൊന്ത് പ്രസവിച്ച് നമ്മുടെ ഉമ്മ വാപ്പ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഏറ്റവും നല്ലൊരു അവസരത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഭീതിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഭീതിയിലൂടെ ജനങ്ങൾ പേടിച്ച് രോഗങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വീടിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമുക്ക് വേണ്ടി ജീവിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടല്ലോ. എത്രയോ നല്ല അവസരം ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരം. തിരക്കുകൾ ഒഴിഞ്ഞ ഈ സമയം
നമ്മുടെ ഉമ്മാടെ കൂടെ പോയിരിക്കാൻ, അവരോട് മനസ്സു തുറന്ന് സംസാരിക്കാൻ, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, മാതാപിതാക്കളുടെ കൈകാലുകൾ നെക്കിക്കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ ഇബാദത്തെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ, ആ ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കാൻ എത്രയോ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന, എത്രയോ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രായമുള്ളവർ വീടിന്റെ ബർക്കത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി പറയുന്നു, പ്രായമുള്ളവരുള്ള വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെയില്ല, ഇന്ന് പ്രായമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ സഹോദരങ്ങളെ, പ്രായമുള്ളവർ ഉള്ള വീട്ടിൽ ബർക്കത്തുണ്ടെന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളുമായി നമ്മുടെ സമയത്ത് നമുക്ക് ചിലവഴിക്കാൻ കഴിയണം, അവർക്ക് നന്മ ചെയ്യാൻ. അതാണല്ലോ ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് ഇബാദത്തെന്ന പരിശുദ്ധ ദീൻ പഠിപ്പിച്ചേ. ഉമ്മാടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. ഇവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, ഞാൻ കഅബാലയത്തിന്റെ കഅബയുടെ വാതിൽ ചുംബിക്കാമെന്ന് ഞാൻ സത്യം ചെയ്ത് നിയത്ത് ചെയ്തു നബിയെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുണ്ടോ, പോയി ഉമ്മാടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്ന പറഞ്ഞ പ്രതിഫലം ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ എന്നതോട് പരിശുദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും എല്ലാ കാര്യത്തിലും ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പായ്ക്ക് മഹത്വമില്ല എന്നല്ല, ആരാ വാപ്പയാരാ? നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ ഉപ്പയാരാ? ആ ഉപ്പയുടെ പൊരുത്തവും നമുക്ക് വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നതെങ്കിൽ വാപ്പ ആ സ്വർഗത്തിന്റെ മധ്യ കവാടമാ. ആ വാതിലിലൂടെ, വാപ്പ എന്ന കവാടത്തിലൂടെ വേണം നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യ്, അവർക്ക് നീ ഗുണം ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ മണ്ണറ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു, സുമ്മ ജിഹാദുൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അത് ഏറ്റവും അഫ്ളലായ ഒരു അമലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിക്കാൻ, ഇൽമു പഠിക്കാൻ പോകൽ ജിഹാദാണ്. ഇൽമു പഠിക്കാൻ പോകുന്ന വഴി അത് ജിഹാദിന്റെ വഴിയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കഷ്ടപ്പെടുന്ന സമയം ചെലവഴിക്കുന്നത് വെറുതെയില്ല. ഇത് അഫ്ളലായ ഒരു അമലാണെന്ന് മുത്തുനബി പഠിപ്പിച്ച ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ദഅവത്തുകൾ ചെയ്യുക, ഇതൊക്കെ ആ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു അമലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയം, ഈ ചിലവഴിക്കുന്ന സമയം, നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അള്ളാഹുരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.